പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് ഈ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ. ഈ സ്പീഡോമീറ്ററും ഓഡോമീറ്ററും ഒരുമിച്ചിട്ട് ഒരു അസംബ്ലിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അനലോഗ് ഓഡോമീറ്റർ, അതായത് വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഓഡോമീറ്റർ നമ്മൾക്ക് എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടത് ഒരു DC മോട്ടറും അതേപോലെ തന്നെ ഹാർഡ്വെയർ കടകളിലൊക്കെ കിട്ടുന്ന ഈ വയർ കണക്ടർ ഇതുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഈ മോട്ടറിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു DC പവർ സപ്ലൈ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ ഓഡോമീറ്ററിൽ കാണുന്ന റീഡിങ് റീസെറ്റ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു. ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോൾ ഈ രീതി ഉപയോഗിച്ച് ആ തരുന്ന പാർട്ടികൾ ഈ രീതിയിൽ നിങ്ങളുടെ ഓഡോമീറ്ററിൽ കാണുന്ന റീഡിങ് റീസെറ്റ് ചെയ്ത് വണ്ടി കുറച്ചേ ഓടിയിട്ടുള്ളൂ എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം. ഈ റീസെറ്റ് ചെയ്യുന്ന രീതി, അതായത് ഈ മീറ്റർ ഓപ്പൺ ചെയ്യാതെ തന്നെ എങ്ങനെ റീസെറ്റ് ചെയ്യുന്ന രീതി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപയോഗിച്ച് നിങ്ങൾ വേറൊരാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി തുനിയരുത് എന്നുകൂടി ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നു. അതേപോലെ തന്നെ ഇവിടെ ഞാൻ റീസെറ്റ് ചെയ്ത് കാണിക്കുന്നത് അനലോഗ് ടൈപ്പ് മീറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും വളരെ സിമ്പിളായിട്ട് ഡിജിറ്റൽ മീറ്റേഴ്സ് നമ്മൾക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. അതായത് നിങ്ങൾ പഴയ കാറുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇപ്പം അതിൻ്റെ ഡീലർമാരും അല്ലെങ്കിൽ ബ്രോക്കേഴ്സൊക്കെ നമ്മളോട് വന്ന് പറയുക, കാറ് വാറണ്ടി പീരീഡിലാണ് കാറുള്ളത്, ഇത്ര കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ എന്നൊക്കെ ആയിരിക്കും നമ്മളോട് വന്ന് പറയുന്നത്. അത് ശരിയായിരിക്കും, വണ്ടി വാറണ്ടി പീരീഡ് തന്നെയായിരിക്കും. അപ്പം ഈ പറയുന്ന വണ്ടികളൊക്കെ വേറെ സ്റ്റേറ്റുകളിൽ രാപകലില്ലാണ്ട് ഓടി, അതായത് അവർ ആ വണ്ടീനെ കൊണ്ട് മാക്സിമം പിഴിഞ്ഞൂറ്റിയ ശേഷമായിരിക്കും അവരത് വിൽക്കുന്നത്. അങ്ങനെയുള്ള വണ്ടികൾ കേരളത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഓണർഷിപ്പും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മീറ്ററിലെ റീഡിംഗ് ഒക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമായിരിക്കും അവർ ഒരു മിനുക്ക് പണിയൊക്കെ ചെയ്ത് ഇവിടെ റീസെയിലിന് വയ്ക്കുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം ഒരു പഴയ വാഹനം നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും അടുത്തുനിന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുകൂടി ഓർക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ ഓഡോമീറ്റർ ഓപ്പൺ ചെയ്യാതെ തന്നെ എങ്ങനെ നമ്മൾക്ക് റീസെറ്റ് ചെയ്യാമെന്ന വീഡിയോ ആണ്. അപ്പം നമ്മൾക്ക് ഈ ഒരു വണ്ടിയുടെ ഓഡോമീറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. ഓഡോമീറ്ററിൻ്റെ പിൻഭാഗത്ത് എല്ലാ കമ്പനികളും അവരുടേതായ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സ്റ്റിക്കർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ വണ്ടിയുടെ ഓഡോമീറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് മീറ്ററിലേക്ക് പോകുന്ന കേബിൾ റിമൂവ് ചെയ്തെടുക്കാം. ഇത് വളരെ ഈസിയാണ്. ഇത് ലോക്ക് ടൈപ്പാണ്. അപ്പം ഈ ലോക്ക് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് പുറകിലോട്ട് വലിച്ചാൽ മതി. നട്ടും ബോൾട്ടും ടൈപ്പ് ആണെങ്കിൽ നട്ടും ബോൾട്ടും ഊരിയതിന് ശേഷം പുറകിലോട്ട് വലിച്ചാൽ മതി. ഇത് ഊരി വരും ഈ കേബിള്. ഇനി ഞാനിവിടെ മോട്ടറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പഴയ CD പ്ലെയറിൻ്റെ മോട്ടറാണ്. ഇത് ഒരു ഫിറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് പീസോടുകൂടി എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ വയർ കണക്ടറിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ മെറ്റൽ പീസ് മാത്രം ഞാനിവിടെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരെൻഡ് മോട്ടറിലും മറ്റേ എൻഡ് നമ്മളുടെ കേബിളിൻ്റെ നടുഭാഗത്തുള്ള ആ റൊട്ടേറ്റ് ആകുന്ന കേബിളിലും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കുക. ഞാനിവിടെ മോട്ടറിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടി 2 വയറുകൾ കൂടി സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു റബ്ബറിൻ്റെ വള്ളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ മോട്ടർ നമുക്ക് ഈ വണ്ടിയുടെ ടയറിലോട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഫുൾ ടൈറ്റിലൊന്നും കെട്ടേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഇനി ഈ മോട്ടർ, അതായത് ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റും നമ്മൾ മീറ്ററിൻ്റെ കേബിളും അത് നല്ല ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ആകുന്ന രീതിയിൽ
ഈ മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്ത് നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് മൂവ് ആകുന്ന രീതിയിൽ അത് കെട്ടിവയ്ക്കുക. ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് ഈ റബ്ബറിൻ്റെ വള്ളി എടുത്തിരിക്കുന്നത്. റബ്ബറിൻ്റെ വള്ളി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് പൊസിഷനിലേക്കും അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാനിവിടെ ഈ മോട്ടറിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടി പഴയ ഒരു ഫോണിൻ്റെ ചാർജർ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് അതിൻ്റെ വയേഴ്സൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോഴും മോട്ടർ നല്ല സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ആകുന്നുണ്ട്. ഇനി നമുക്ക് മീറ്ററിൽ നോക്കാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. മീറ്റർ വർക്ക് ആവുന്നുണ്ട്, പക്ഷേ മോട്ടർ ഫോർവേഡിലാണ് കറങ്ങുന്നത്. അതായത് മീറ്റർ അത് സ്പീഡ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് കറക്കേണ്ടത് ഇത് റിവേഴ്സിലാണ്, പുറകോട്ട് കറക്കണം. അതിനുവേണ്ടി നമ്മൾ വളരെ സിമ്പിളാണ്, ഈ മോട്ടറിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതായത് സപ്ലൈ കൊടുത്ത പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. നമ്മുടെ മോട്ടർ റിവേഴ്സ് കറങ്ങും. അപ്പോൾ നമ്മളുടെ മീറ്ററിൽ കാണിക്കുന്ന റീഡിങ്ങും റിവേഴ്സ് ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം ഇവിടെ. അതേ കണ്ടോ, ഇപ്പം 0ൽ നിന്ന് 9ലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറമുള്ള ഡിജിറ്റും മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ഇനി ഇത് റീസെറ്റ് ആകാൻ എടുക്കുന്ന സമയം അതായത് നിങ്ങൾ ഉപയോഗിച്ച മോട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. നല്ല സ്പീഡുള്ള മോട്ടറാണെങ്കിൽ പെട്ടെന്ന് തന്നെ റീസെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഓർക്കുക, ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ കൂടി എല്ലാവരും ഓർമ്മയിൽ വയ്ക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ കൂടി ചെയ്തു വെച്ചേക്കുക.